ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ പാട്ടയ്ക്ക് ഒരു പാട്ട പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. നമ്മൾ പാൽപ്പൊടി കലക്കിയ വെള്ളമാണ് കേട്ടോ. പാൽപ്പൊടീൻ്റെ 2 പാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു 10-ൻ്റെ. അത് വെള്ളത്തിൽ കലക്കിയെടുത്തതാണ്. ഈ ഒരു പാക്കറ്റ് വെച്ചിട്ടോ നമ്മളിന്ന് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് നോക്കാം. ഇതൊക്കെയാണ് ഇതിൽ ഉള്ളത്. അടയും പഞ്ചസാരയും ഒക്കെയുണ്ട്. നമുക്ക് പാല് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാല് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കൂട്ട് ഇട്ട് കൊടുക്കാം. അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മളിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അങ്ങനെ മുന്തിരിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മളുടെ പായസം തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച നെയ്യും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. നെയ്യും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ പായസം അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ ഇത് കുടിക്കാം.